എൻ്റെ കയ്യിൽ നിന്നും വിടാനാ പറഞ്ഞത്. അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൻ അത്രയും ബലത്തോടെ അവളെ പിടിച്ചിരിക്കുകയായിരുന്നു. അവൻ അവളെയും കൊണ്ട് ഒരു മുറിയിലേക്ക് കയറി. പിന്നെ അവളെ കട്ടിലിലേക്ക് തള്ളിയിട്ടിട്ട് അവൻ വാതിലടച്ച് ലോക്ക് ചെയ്തു. നിങ്ങൾക്ക് ഭ്രാന്താണോ? അവൾ ദേഷ്യത്തോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു. അതെ, എനിക്ക് ഭ്രാന്താ. നിനക്ക് എന്തേലും പ്രശ്നമുണ്ടോ? അവൻ ദേഷ്യത്തോടെ തിരികെ ചോദിച്ചു. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെങ്കിൽ അത് എന്നോടല്ല കാണിക്കേണ്ടത്. ഭ്രാന്താശുപത്രിയിൽ പോയി കിടക്കണം. അവൾ ദേഷ്യത്തോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഭ്രാന്ത് നീയാണ്. നിനക്ക് മാത്രമേ എൻ്റെ ഭ്രാന്തിനെ ചികിത്സിച്ച് മാറ്റാൻ കഴിയുള്ളൂ. അവൻ അവളെ നോക്കി വഷളം ചിരിയോടെ പറഞ്ഞു. ഷേ, അവൻ്റെ നോട്ടം കണ്ട് അവൾ ഇഷ്ടമില്ലാത്തതുപോലെ പറഞ്ഞു. ഇതൊക്കെ എന്താണ് ആശുട്ടാ ഷേ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കാണുമ്പോൾ നീ എന്ത് പറയും? അതാണ് ഏറ്റവും വലിയ ഷേ പറയുന്നത്. അതും പറഞ്ഞ് അവൻ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ഒരു ടേബിളിൽ തട്ടി നിന്നതും അവൻ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അവൾ അവൻ്റെ അടുത്തു നിന്നും കുതറി മാറാൻ ശ്രമിച്ചതും അവൻ ഒരു കൈ കൊണ്ട് അവളെ പിടിച്ച് അവിടെ നിർത്തി. അവൻ്റെ കയ്യിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു അവൾ. ഒടുവിൽ അവൾ ബലം പ്രയോഗിക്കാൻ തുടങ്ങിയതും ഒരു കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു നിർത്തി. മറുകൈ അവളുടെ ഇടുപ്പിൽ അമർത്തി പിടിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾ ഇടതു കൈകൊണ്ട് അവൻ്റെ കവിളിൽ വീണ്ടും ആഞ്ഞടിച്ചു. അവൾ ദേഷ്യം കൊണ്ട് വിറക്കുമായിരുന്നു. എന്നെ വിട്, നിനക്കെന്താ? എന്താ നിനക്ക് വേണ്ടത്? അവൾ ശക്തമായി അവൻ്റെ നെഞ്ചിൽ അടിച്ചുകൊണ്ട് ചോദിച്ചു. നിന്നെ എനിക്ക് വേണം. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. ഒരിക്കലും നിനക്കെന്നെ കിട്ടില്ല. ഫലമായിട്ടല്ലാതെ നിനക്കെൻ്റെ ശരീരം സ്വന്തമാക്കാൻ സാധിക്കില്ല. ഈ നിമിഷം എൻ്റെ അടുത്ത് എൻ്റെ ഈ ശരീരത്തിലേക്ക് നിന്റെ ശരീരം അമർത്തി നീ നിൽക്കുന്നില്ലേടി? അത്രയും എന്നെക്കൊണ്ട് സാധിക്കാമെങ്കിൽ നിന്നെ സ്വന്തമാക്കാനും എനിക്കറിയാം. പിന്നെ നീ എന്നെ 3ാമത്തെ തവണയാണ് തല്ലുന്നത്. ഒരു തവണ നീ എന്നെ തല്ലിയതിനാണ് നിനക്ക് നിന്റെ ആത്മാർത്ഥ പ്രണയത്തെയും കുടുംബക്കാരെയും ഒക്കെ നഷ്ടപ്പെട്ടത്. 2ാമത് നീ തല്ലിയതിൻ്റെയാണ് ഇപ്പോൾ ഈ നിമിഷം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി 3ാമത് തല്ലിയതിൻ്റെ ശിക്ഷ എന്താണെന്ന് നിനക്കറിയണ്ടേ? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് നോക്കിയതും അവൾ അവനെ നോക്കാതെ മുഖം ചെരിച്ചു. അവൻ ബലമായിട്ട് അവളുടെ കവിളിൽ പിടിച്ച് അവൻ്റെ നേരെയാക്കി. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ അലഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കണ്ണിൽ ദേഷ്യമായിരുന്നു. എങ്കിലും ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ പിടിച്ച് പുറകിലേക്ക് തള്ളാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അവനെ അവൾ അകറ്റാൻ നോക്കുമ്പോൾ അവൻ അവളുടെ ശരീരത്തിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു പിടിച്ചു കൊണ്ടിരുന്നു. അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിനടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. അവൻ്റെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും മിശ്രിത ഗന്ധവും മദ്യത്തിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ അവളുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി. അതൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൾ മുഖം ചൊളിച്ചു. എന്താടി, നിനക്കിഷ്ടപ്പെടുന്നില്ലേ? ആ ജിതേന്ദ്രനായിരുന്നെങ്കിൽ നിനക്കങ്ങ് ഇഷ്ടപ്പെട്ടേനെ അല്ലേ? അവൾ മുഖം ചുളിക്കുന്നത് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ ജിത്തേട്ടൻ്റെയാ. നിന്റെ സ്ഥാനത്ത് ജിത്തേട്ടനായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അനാവശ്യമായി എൻ്റെ ശരീരത്തിലൊന്ന് തൊടുക പോലും ചെയ്യില്ല എൻ്റെ ജിത്തേട്ടൻ. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിയിരുന്ന അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകി. വേദന കൊണ്ട് അവൾ വിളിച്ചു. അവൻ്റെ നോട്ടം വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് നീണ്ടു. അത് കണ്ടവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. അവൾ ജിത്തനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അവൻ്റെ ചെവിയിൽ മുഴുകി കേട്ടു. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ ഒരു ഒറ്റ സെക്കൻഡിൽ അവൻ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കൈകൾ അവൻ്റെ ശരീരത്തിൽ അമർത്തി പിടിച്ചു. അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ അമർന്നു. അവളുടെ ചുണ്ടുകളെ കോർത്തു വലിച്ചുകൊണ്ട് അവൻ നുണഞ്ഞു, വാശിയോടെ. അവൾ പറഞ്ഞതിൻ്റെ ദേഷ്യം പോലും അവൻ്റെ ചുംബനത്തിലൂടെ അവൻ അറിയിക്കുവാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. അവൻ്റെ നാവിലെ മദ്യത്തിൻ്റെ രുചി അവൾ അറിഞ്ഞു. അവളുടെ ഉമ്മനീരിനാൽ അലിഞ്ഞ് അവളിലേക്കിറങ്ങി. അവളുടെ കൈകൾ അവൻ്റെ ശരീരത്തിൽ അമർന്നു.
അവൾ അവൻ്റെ ചുംബനത്തിൽ തളർന്നു തുടങ്ങി. അവൾക്ക് ശ്വാസം വിലങ്ങി. അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ അവൻ അവളുടെ ഇരു ചുണ്ടുകളെയും നാവുകളെയും അവൻ്റെ ചുണ്ടിൽ നിന്നും വേർപെടുത്തി. അവൾ ശ്വാസം എടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ പുച്ഛച്ചിരിയോടെ അവളെ നോക്കി. നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നീ അവൻ്റെ ആണെന്ന്. ഇനി മേലാൽ നിന്റെ നാവിൽ നിന്നും നീ അവൻ്റേതാണ് എന്ന് ഞാൻ കേട്ടാൽ ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ രീതി. ഇന്നലെ വരെ നീ ആരുടെയോ എന്തോ എനിക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് മുതൽ നീ എൻ്റേതാണ്. ഈ മഹാദേവൻ്റെ പെണ്ണാണ്. ഇവിടുന്ന് രക്ഷപ്പെടാനോ എന്നിൽ നിന്നും ഒരു മോചനമോ നീ ആഗ്രഹിച്ച ഇപ്പോൾ നിന്റെ ചുണ്ടിൻ്റെ മൃദുലത ഞാൻ സ്വന്തമാക്കിയതുപോലെ നിന്റെ ഓരോ ശരീരഭാഗത്തും ഈ മഹാദേവൻ്റെ ചുണ്ടുകൾ കയറിയിറങ്ങും. എന്നെ പൊന്നുമോള് താങ്ങില്ല. പറഞ്ഞത് കേട്ടോടി. അവൻ ദേഷ്യത്തോടെ അവളിരുന്ന ടേബിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് യാന്ത്രികമായി തല കുലുക്കി. അവൻ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് വാതിൽ വലിച്ചടച്ചിട്ട് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നതും നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മഹി ആ കുട്ടിയെയും കൊണ്ടുപോയിട്ട് കുറെ നേരമായല്ലോ. അതിനെ കൊന്നോ എന്തോ. അവൻ മുകളിലേക്ക് നോക്കി ഗുണ്ടകൾ എന്ന് തോന്നിക്കുന്ന രണ്ടാളുകളോട് പറഞ്ഞു. ദക്ഷ് സാർ ഒന്ന് പോയി നോക്കിക്കേ. സാർ ആകുമ്പോൾ മഹി സാർ ഒന്നും പറയില്ല. അവരിൽ ഒരാൾ അവനെ നോക്കി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി. അവൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. ഇവൻ മഹിയുടെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളാണ് രുദ്രാക്ഷ് എന്ന ദക്ഷ്. മഹിയുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ് അവൻ. മഹിയുടെ സ്വഭാവമേ അല്ല അവന്. അവൻ നല്ല സമാധാനപ്രിയനാണ്. ഏതൊരു കാര്യമാണെങ്കിലും ആലോചിച്ച് മാത്രമേ അവൻ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. മഹിയുടെ പല പ്രവൃത്തികളോടും അവന് വിയോജിപ്പാണുള്ളത്. അവൻ അത് മുഖം നോക്കാതെ മഹിയോട് തുറന്നു പറയുകയും ചെയ്യും. മറ്റാര് പറഞ്ഞാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മഹി പ്രതികരിക്കും. എന്നാൽ ദക്ഷ് പറഞ്ഞാൽ മാത്രം അവൻ തിരികെ ഒന്നും പറയില്ല. കാരണം അവൻ കുറച്ചെങ്കിലും കേൾക്കുന്നത് ദക്ഷിൻ്റെ വാക്കുകളാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ എടുത്ത തീരുമാനങ്ങളൊന്നും അവൻ അറിയാതെയായിരുന്നു. അവൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ മഹിയെ കൊണ്ട് ചെയ്യാൻ അവൻ സമ്മതിക്കില്ലായിരുന്നു. മഹി താഴേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് ദക്ഷ് വെപ്രാളത്തോടെ മുകളിലേക്ക് കയറി വരുന്നത് കണ്ടത്. എന്താടാ, എന്തു പറ്റി? അവൻ്റെ വരവ് കണ്ട് മഹി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഹാ, നീ വന്നോ? ഒന്നുമില്ല, നീ കുറേ നേരമായല്ലോ ആ കൊച്ചിനെയും കൊണ്ട് പോയിട്ട്. ഇത്ര നേരമായിട്ടും കാണാത്തത് കൊണ്ട് കയറി വന്നതാ. ഇനി അതിനെ കൊന്നോ എന്ന് അറിയണമല്ലോ. അതും പറഞ്ഞ് അവൻ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊല്ലാൻ തന്നെയാ. സ്നേഹിച്ചു കൊല്ലാൻ, പ്രണയിക്കാൻ. ഈ രാവണൻ്റെ പ്രണയം എന്താണെന്ന് അവളെ അറിയിക്കാൻ. അവൻ കുസൃതി ചിരിയോടെ അവനെ നോക്കി പറഞ്ഞതും ദക്ഷ് ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്നോടെന്തേലും പറഞ്ഞ എനിക്കും കൂടെ ദേഷ്യം വരും. അതൊക്കെ ഇരിക്കട്ടെ മഹി. അമ്മയും മീനാക്ഷിയും നാളെ പളനിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ മോൻ ഒരു പെണ്ണിനെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു എന്നറിഞ്ഞാൽ സുഭദ്രാമ്മ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? അവൻ സംശയത്തോടെ മഹിയുടെ അടുത്ത് ചോദിച്ചതും അവനൊന്നും മിണ്ടിയില്ല. എടാ, നീ അവളെ എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ നിർത്താൻ പോകുന്നത്? അവൾ നിന്റെ ആരാ? ഭാര്യയോ അതോ പെങ്ങളോ? നിങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു ബന്ധവും ഇല്ല. അതൊക്കെ നിനക്ക് ബോധമുണ്ടോ? ദക്ഷ് ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. മഹി, നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. അമ്മയും മീനാക്ഷിയും ഒക്കെ ചോദിച്ചാൽ നീ എന്തു മറുപടിയാണ് പറയാൻ പോകുന്നത്? എന്തായാലും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നാട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ സുഭദ്രാമ്മയും മീനാക്ഷിയും അറിയും. അവരുടെ മുമ്പിൽ എന്ത് കള്ളം പറഞ്ഞിട്ടാ നീ പിടിച്ചു നിൽക്കാൻ പോകുന്നത്? നീ അല്ല ഇതൊക്കെ ചെയ്തതെന്നോ? നിനക്കൊരിക്കലും അത് പറയാൻ പറ്റില്ല. കാരണം അവൾ എല്ലാം കണ്ടും കേട്ടും കൊണ്ടും നിന്നവളാ. അതുകൊണ്ട് തന്നെ നീ പറയുന്ന എന്ത് കള്ളത്തരമാണെങ്കിലും അവൾ അതിനെ പൊളിച്ചടുക്കും. ഒന്നാമത് നിന്നോട് അവൾക്ക് ദേഷ്യമാണ്. അതിൻ്റെ കൂടെ നീ വീണ്ടും കള്ളത്തരം അമ്മയോടൊക്കെ പറയാൻ നിന്നാൽ അറിയാലോ എന്താ സംഭവിക്കുകയെന്ന്. അവൻ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്തായാലും ഞാൻ നനഞ്ഞു. ഇനി കുളിച്ചു കയറാൻ തന്നെയാ എൻ്റെ തീരുമാനം. അമ്മയും മീനാക്ഷിയും അല്ലേ, അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിർത്തിക്കോളാം. അമ്മ ചിലപ്പോൾ എന്നെ 1 or 2 തല്ലിയുമായിരിക്കും, അത്രയേ ഉള്ളൂ. അവൻ ലാഘവത്തോടെ പറയുന്നത് കേട്ടതും ദക്ഷ് ദേഷ്യത്തോടെ അവനെ നോക്കി. നീ ഇപ്പോഴും എനിക്ക് ആൻസർ തന്നിട്ടില്ല മഹി. എന്തർത്ഥത്തിലാ നീ അവളെ ഇവിടെ നിർത്താൻ പോകുന്നത്? നീ അവളെ വിവാഹം ചെയ്തിട്ടില്ലല്ലോ.
പിന്നെ ആരാണെന്നും പറഞ്ഞാണ് നീ അവളെ ഇവിടെ നിർത്താൻ പോകുന്നത്? അമ്മയും മീനാക്ഷിയും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹം കഴിയാത്ത സ്ഥിതിക്ക് എന്തായാലും അമ്മ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കും. അവളുടെ വീട്ടുകാർ അവളെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും കല്യാണം കഴിക്കാതെ അവളെ ഇവിടെ നിർത്താൻ അമ്മ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ മഹിയെ നോക്കി ചോദിച്ചതും മഹി സംശയത്തോടെ അവനെ നോക്കി. എടാ, നിങ്ങളുടെ വിവാഹം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തു ബന്ധത്തിലാ അവളെ ഇവിടെ നിർത്തുന്നത്? അവൻ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വിവാഹം അത്രയല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് നടന്നു. ദക്ഷ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ സംശയത്തോടെ ദക്ഷിൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നതേയില്ല. നിന്റെ മനസ്സിൽ എന്താണെന്ന് എന്നോട് പറ. അവൻ മഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ പോരെ? കഴിക്കാം. അതും പറഞ്ഞ് അവൻ ദക്ഷിൻ്റെ കൈ വിട്ടിട്ട് വീണ്ടും മുറിയിലേക്ക് നടന്നു. അവൻ ചെന്നപ്പോൾ അവൾ മുട്ടിൽ മുഖമൂന്നി കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ആരു? അവൻ അവളെ നോക്കി വിളിച്ചതും അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എഴുന്നേറ്റ് വാ, അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എങ്ങോട്ട്? അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു. എങ്ങോട്ടാണെന്ന് പറഞ്ഞാലേ നീ വരുള്ളൂ? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. നിങ്ങളുടെ താളത്തിൽ ഒത്തുതുള്ളാൻ ഞാൻ പാവയല്ല, നിങ്ങളുടെ ഭാര്യയുമല്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ പുച്ഛത്തോടെ ചിരിച്ചു. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ഫലമായി അവളെ കാട്ടിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടേ? അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിനുത്തരം നൽകാതെ അവൻ അവളെ പിടിച്ചു വലിച്ച് അലമാരയുടെ അടുത്തേക്ക് നടന്നു. പിന്നെ അവളെ അവിടെ നിർത്തിയിട്ട് അവൻ അലമാര തുറന്നു. അതിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സ് അവൻ കൈകളിലേക്ക് എടുത്തു. അവൾ സംശയത്തോടെ അവനെ നോക്കി. അതിൽ നിന്നും അവൻ ഉയർത്തിയ താലി കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു. പിന്നെ ഒരു കയ്യിൽ താലിയും മുറുക്കി പിടിച്ച് അവൻ അവളെയും കൊണ്ട് റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. എന്തായി കാണിക്കുന്നേ? വിട്, നിങ്ങൾ എന്നെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നേ? അവൾ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു. അവളെ വലിച്ചിറക്കി കൊണ്ടുവരുന്ന മഹിയെ കണ്ടതും ദക്ഷ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നീ എന്താ മഹി കാണിക്കുന്നേ? അവളെ വിട്. അവൻ അവളുടെ കയ്യിൽ നിന്നും മഹിയുടെ കൈ പിടിക്കാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു. എന്നാൽ അവൻ്റെ കൈകളെ വിടിയിക്കാൻ സാധിച്ചില്ല. അത്രത്തോളം അവളുടെ കയ്യിൽ അവൻ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവളെയും കൊണ്ട് താഴേക്കിറങ്ങി. പിന്നെ പൂജാമുറിയുടെ അടുത്തേക്ക് പോയി. നിനക്ക് പീരിയഡ്സ് ഒന്നും അല്ലല്ലോ? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിനൊന്നും ഉത്തരം പറയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, നിനക്ക് പീരിയഡ്സ് ആണോ എന്ന്? അവൻ വീണ്ടും അവളെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ പേടിച്ചല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. അത് കേട്ടതും അവൻ അവളെയും കൊണ്ട് പൂജാമുറിയിലേക്ക് കയറി. ദക്ഷും അവൻ്റെ ആൾക്കാരും ഒക്കെ ഇവൻ എന്തായി ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ നോക്കിക്കൊണ്ട് പുറത്തു നിൽക്കുകയായിരുന്നു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവളുടെ മുഖത്ത് അവനോട് ദേഷ്യവും അമർഷവും മാത്രമായിരുന്നു. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ കൈകളിൽ ഇരുന്ന താലിയെടുത്ത് അവളുടെ നേരെ ഉയർത്തി. അവൾ നിറഞ്ഞ കണ്ണുകളോടെ ആ താലിയിൽ നോക്കി. നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൻ അത് അവളുടെ കഴുത്തിലേക്ക് കെട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജിത്തേട്ടൻ്റെ പേരെഴുതിയ താലി മറ്റന്നാൾ ഏറ്റുവാങ്ങാനിരുന്ന തൻ്റെ കഴുത്തിൽ നിന്ന് മറ്റൊരുത്തൻ്റെ താലി. അതോർക്കും തോറും അവളുടെ ഹൃദയം പിടഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും പറ്റാതെ അവൾ ഒരു ശില കണക്കി നിന്നു. അവൻ അവിടെ വെച്ചിരുന്ന സിന്ദൂരപ്പെട്ടി എടുത്തു. എന്നിട്ട് അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ നെറ്റിയിൽ ചാർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കും എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വിവാഹം നടന്നത് ഈ പൂജാമുറിയിലാണ്. എനിക്ക് ഈ ഒരു താലിയും സിന്ദൂരവും ഒന്നും വലിയ വിശ്വാസമില്ല. ഇത് ഇല്ലെങ്കിലും നീ ഈ മഹാദേവൻ്റെ പെണ്ണ് തന്നെയാണ്. പക്ഷെ നാളെ എൻ്റെ അമ്മയും അനിയത്തിയും വരുമ്പോൾ നിൻ്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയും നിൻ്റെ നെറ്റിയിൽ ഈ സിന്ദൂരവും ഇല്ലെങ്കിൽ അവർ നിന്നെ നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കും. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നെ ഒന്ന് കൊന്നു തരാമോ പ്ലീസ്? എന്തിനാ ഇങ്ങനെ ജീവനോടെ ഇരിക്കുമ്പോൾ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഇതിലും ഭേദം ഒറ്റയടിക്ക് അങ്ങ് കൊല്ലുന്നതാ. അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് പറഞ്ഞു. കൊല്ലാനല്ലടി ഞാൻ ഇത്രയൊക്കെ ചെയ്തത്. നിന്നെ എൻ്റെ കൂടെ പൊറപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ തോന്നിവാസം മുഴുവൻ ചെയ്തത്.
അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഓ, അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്തതെല്ലാം തോന്നിവാസാണെന്ന് അല്ലേ? അവൾ പുച്ഛത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അറിയടി, എനിക്കെല്ലാം അറിയാം. എന്നെ ഇങ്ങനെ ആക്കിയത് നീയും അവനും കൂടെ ചേർന്നാ. നീയും നിന്റെ ചിത്തേട്ടനും. മഹാദേവൻ എന്ന് എനിക്ക് രാവണൻ്റെ സ്വഭാവം എടുക്കേണ്ടി വന്നത് നീയൊക്കെ കാരണമാ. നീ കാരണം, നീ ഒറ്റൊരുത്തി കാരണം. അവൻ അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ പേടിച്ച് അവനെ തന്നെ നോക്കി. ദേഷ്യം കൊണ്ട് വിറക്കുമായിരുന്നു അവൻ.